സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷന്റെ പൊതുയോഗം മുൻ കൗൺസിലർ വിജയ് ഹൈസിന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. യോഗത്തിൽ കൊച്ചി MLA KJ മാക്സി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കൊച്ചി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരായ ഷീജ നവാസ്, സുഹാന സുബൈർ എന്നിവർക്ക് യോഗത്തിൽ ആദരവ് നൽകി. കൊച്ചങ്ങാടി MJ സക്കറിയ സേഠ് ഹാളിൽ ചേർന്ന സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷന്റെ പൊതുയോഗം മുൻ കൗൺസിലർ വിജയ് ഹൈസിന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ചിലരൊക്കെ നമ്മളെക്കാൾ ആരോഗ്യമായി നടക്കുന്നവരുമുണ്ട്. ഭാഗ്യവാന്മാരായിട്ടുള്ള അത്തരം മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ കിടക്കുന്നവരെയും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായുള്ളവരെയും നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, കരുതൽ കൊണ്ടും സഹകരണം കൊണ്ടും സഹായം കൊണ്ടും സഹകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാറ്. യോഗത്തിൽ കൊച്ചി MLA KJ മാക്സി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഓരോ ഘട്ടങ്ങളിലും ഓരോ ആഘോഷങ്ങളിലും എല്ലാം വരുമ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള ദിനങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സീനിയർ സിറ്റിസൺ ഫോറം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനസംഖ്യയുടെ കണക്ക് നോക്കുമ്പോൾ ഈ സീനിയർ സിറ്റിസണിൻ്റെ എണ്ണം 20% കണക്കാണ്. ആ 20% കൂടാൻ പോവുകയാണ്. ഇതാ കാരണം പ്രായമായവർ നല്ല എൻ്റർടൈൻമെൻറ്റും സന്തോഷവും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ആയുർദൈർഘ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആയുർദൈർഘ്യം കൂടണം. കൊച്ചി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരായ ഷീജ നവാസ്, സുഹാന സുബൈർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 60-70 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിന് അർഹമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാർ പിൻവലിച്ച ട്രെയിൻ യാത്രാ നിരക്കിളവുകൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. അതിനു ജനപ്രതിനിധികൾ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണത്തെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ 2026 ജനുവരി 10 ബോട്ട് യാത്രയിലൂടെ നടത്താനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി VY നാസർ, വൈസ് പ്രസിഡന്റ് KB അഷ്റഫ്, സെക്രട്ടറി ഷെരീഫ് മൈത്രി, ആത്മാനന്ദ റാവു എന്നിവർ സംസാരിച്ചു. സംഘടന തീരുമാനിക്കപ്പെടുന്ന സംഘടന കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ തീരുമാനിക്കപ്പെടുന്ന ആ തീരുമാനമാണ് സംഘടന നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.